കൊല്ലം ആയൂരിൽ സ്കൂൾ വിദ്യാർത്ഥി ഓടിച്ച് സ്കൂട്ടർ ഇടിച്ച് വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വീട്ടമ്മയെ അമിത വേഗതയിലെത്തിയ സ്കൂട്ടർ വീഴ്ത്തുകയായിരുന്നു. കണ്ണൻ നായർ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഒരു ആൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി പാലിച്ചാണ് ആ ചേച്ചി റോഡ് മുറിച്ച് കിടക്കുന്നത്. രണ്ട് വശത്തേക്കും നോക്കി അത്രയും ശ്രദ്ധയോടുകൂടിയാണ്, അത്രയും വേഗതയിലാണ് ആ വണ്ടി വന്നത്. കൂടെ അശ്രദ്ധ തന്നെയാണ് അപകടത്തിന് കാരണമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ലക്കും ലഗാനുമില്ലാതെ ആ ബൈക്ക് ഓടിച്ച് നേരെ വന്ന് ആ സ്ത്രീയെ ഇടിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. ആ സ്ത്രീ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നു. ഇരുവശവും വാഹനങ്ങളുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് റോഡ് മുറിച്ച് കിടക്കുന്നത്. റോഡിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് മുക്കാൽ ഭാഗം കടന്നു കഴിഞ്ഞിരുന്നു. ആ സമയത്താണ് ആ റോഡിന്റെ പകുതി ഭാഗവും കടന്ന് വന്ന് ഈ ബൈക്ക് ഈ വീട്ടമ്മയെ ഇടിച്ച് തെറിപ്പിക്കുന്നത്. ആ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഈ വണ്ടി ഓടിച്ചത് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇവരെ ആയൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പരിക്ക് ഗുരുതരം തന്നെയാണ്. ഈ പ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ, അതായത് സ്കൂൾ തുറക്കുന്ന സമയങ്ങൾ, അതുപോലെ തന്നെ സ്കൂൾ വിടുന്ന സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ആൾക്കാരൊക്കെ തന്നെ ഇത്തരം വലിയ ബൈക്കുകൾ, ആഡംബര ബൈക്കുകളിലൊക്കെ തന്നെ അമിത വേഗത്തിൽ 3-4 തവണ റോഡിൽ കൂടി പോകുന്നത് സ്ഥിരം പതിവാണ് എന്നുള്ളതാണ് അവിടുത്തെ വ്യാപാരികളൊക്കെ തന്നെ പറയുന്നത്. വ്യാപാരികൾക്ക് പോലും പുറത്തേക്ക് പല സമയങ്ങളിലും ഇറങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് വലിയ രീതിയിൽ അമിത വേഗത്തിൽ വാഹനങ്ങൾ ഓടിച്ചു പോകുന്നത്. മാത്രമല്ല പ്രദേശത്തൊക്കെ തന്നെ സ്കൂൾ ഒക്കെ ഉള്ള പ്രദേശമാണ്. സ്കൂൾ കുട്ടികൾക്ക് ഒക്കെ തന്നെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയുള്ള ഒരു കാര്യം കൂടിയാണ്. ഇന്നും വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. ഇത്തരത്തിലുള്ള അവസ്ഥ തുടരുകയാണെങ്കിൽ ഭാവിയിൽ സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാകുന്ന രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. ഈ വീട്ടമ്മ ഇപ്പോൾ ആയൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ്. ഒരു കാരണവശാലും അത്രത്തോളം അമിത വേഗത്തിൽ ആ വാഹനം ഓടിക്കേണ്ട ഒരു സാഹചര്യമില്ല. മാത്രമല്ല സ്വന്തം ആ വശം പോലും ഒഴിവാക്കി മറുവശത്ത് ഓടിയെത്തി ആ വീട്ടമ്മയെ ഇടിച്ചു തെറിപ്പിക്കുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. ശരി, ഞാൻ കണ്ണനിലേക്ക് മടങ്ങി വരാം. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അതൊന്ന് കേൾക്കാം. സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ വളരെ വലിയ തോതിലുള്ള സ്പീഡിൽ ഹെൽമറ്റ് പോലും വെക്കാതെ ഈ റോഡിൽ കൂടി പായുന്ന രംഗങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ 2 കുട്ടികളാണ് ഈ ബൈക്ക് ഓടിച്ചത്. അവർ 2 പേർക്കും ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ RC ബുക്ക് പരിശോധിച്ചപ്പോൾ ഇൻഷുറൻസ് ഇല്ല. അതുപോലെ തന്നെ ഈ വണ്ടിക്ക് 2500-3000 രൂപയുടെ പെറ്റി അവിടെ കിടപ്പുണ്ട്. ക്യാമറ വെട്ടിച്ച് വന്ന് പെറ്റി കിടപ്പുണ്ട്. തീർച്ചയായിട്ടും ഇത് അധികാരികൾ ശ്രദ്ധിക്കണം. രാവിലെ 10 മണിക്കും വൈകുന്നേരം 4 മണികളിലുമാണ് 4 മണി കഴിഞ്ഞുമാണ് ഇതുപോലെ കുട്ടികൾ വളരെ സ്പീഡിൽ പോകുന്നത്. ഇത് വളരെ ഒരു ആപത്ത് വിളിച്ച് വരുത്തുന്നു. പല ദിവസങ്ങളായി പലപ്പോഴും തലനാരിലേക്കാണ് യാത്രക്കാരും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരും ഇവിടെ രക്ഷ നേടുന്നതാണ്. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു തരത്തിലും അപകടം ഉണ്ടാകേണ്ട ഒരു സാഹചര്യവുമില്ല. കാരണം ഒരു തരത്തിലും അത്രമേൽ ശ്രദ്ധിച്ചാണ് അവർ ആ റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ അപകടം ഉണ്ടാക്കിയതിനു ശേഷം ആ വിദ്യാർത്ഥി അവിടെ വാഹനം നിർത്തിയോ, എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞോ? ആ വാഹനം നിർത്തി നാട്ടുകാരൊക്കെ ചേർന്ന് ആ വാഹനം തടഞ്ഞു നിർത്തുകയും അതിന്റെ RC ബുക്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായതുപോലെ ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനമാണ്. ഒപ്പം തന്നെ അത് നേരത്തെ തന്നെ പലകുറി മോട്ടോർ വാഹന വകുപ്പിന്റെ അടക്കം പെറ്റിയിൽ പെട്ടിട്ടുള്ള പിഴ ഒടുക്കേണ്ടതിൽ പെട്ടിട്ടുള്ള വാഹനം കൂടിയാണ്. നേരത്തെ ആ വ്യക്തി പറഞ്ഞതുപോലെ ഈ 10 മണിക്കും 4 മണിക്കും ഉള്ള സമയങ്ങളിൽ വലിയ വേഗത്തിൽ ഈ കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊക്കെ തന്നെ ആഡംബര ബൈക്കുകളിലൊക്കെ തന്നെ വലിയ വേഗത്തിൽ ആ
സ്ഥലത്തുകൂടി പോകുന്നത് സ്ഥിരം ആണ് എന്നുള്ളതാണ്. പല സമയങ്ങളിലും മറ്റുള്ള ആൾക്കാർ അപകടത്തിൽപ്പെടേണ്ടതായിരുന്നു, വിദ്യാർത്ഥികൾ അടക്കമുള്ള ആൾക്കാർ അപകടത്തിൽപ്പെടേണ്ടതായിരുന്നു. എന്തുകൊണ്ടോ ആ അപകടം വലിയ രീതിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചാൽ ആ ബൈക്ക് ഓടിക്കുന്ന വ്യക്തി ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല. ഹെൽമെറ്റ് ധരിക്കാത്ത ആൾക്കാർ അവർക്കെതിരെ ഒരു ബസ്സോ മറ്റേതെങ്കിലും വാഹനമോ വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, അത് ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്കുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇതൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഈ വിദ്യാർത്ഥികൾ ഇങ്ങനെ വാഹനം ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യാതൊരു കുറ്റവും ചെയ്യാത്ത ഒരു വീട്ടമ്മയാണ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടുള്ളത്. അവർക്ക് വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള പരിക്കും കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.